Hello everyone, welcome back to our next video. Today we are going to discuss about Aristotle's view on education. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് പ്ലേറ്റോയുടെ വ്യൂസ് ആയിരുന്നു. അരിസ്റ്റോട്ടിൽ എന്ന് പറയുന്നത് പ്ലേറ്റോയുടെ സ്റ്റുഡൻ്റ് ആണ്, ശിഷ്യനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വ്യൂസ് ഓൺ എഡ്യൂക്കേഷൻ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കൂടുതലും അരിസ്റ്റോട്ടിൽ സ്ട്രെസ് ചെയ്തത് he placed a strong emphasis on empirical observation and practical knowledge. കൂടുതലും പ്രാക്ടിക്കൽ നോളജിനാണ് അദ്ദേഹം കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത്. പ്രായോഗിക അറിവ് എന്ന് പറയും, പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ. തിയറിയേക്കാളും കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് പ്രാക്ടിക്കലിനാണ് കൊടുത്തത്. ഇത് പ്ലേറ്റോയുടെ ഐഡിയാസിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിരുന്നു. കാരണം ഇദ്ദേഹം പ്രാക്ടിക്കൽ വേർച്യൂസിൽ, അതായത് പ്രായോഗിക നന്മകളിലാണ് കൂടുതൽ. അതുപോലെ എത്തിക്സ്, the role of education in fostering a good life for the individual and society. അപ്പോൾ അദ്ദേഹം കൂടുതൽ എത്തിക്സിലും പ്രാക്ടിക്കൽ വേർച്യൂസിലും, അതുപോലെ എഡ്യൂക്കേഷൻ്റെ റോൾ എന്ന് പറഞ്ഞാൽ ഒരു നല്ല ജീവിതം ആൻഡ് ഇൻഡിവിജ്വൽ, ഫോർ ദ ഇൻഡിവിജ്വൽ ആൻഡ് സൊസൈറ്റി. അപ്പോൾ ഒരു ഇൻഡിവിജ്വലിന് നല്ലൊരു ജീവിതം ഉണ്ടാകണം, അതിലൂടെ സമൂഹത്തിനെ നന്നാക്കിയെടുക്കണം. ഇതായിരുന്നു അരിസ്റ്റോട്ടലിൻ്റെ വ്യൂസ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് പറയുന്നത് കീ പോയിന്റ്സ് ഓഫ് അരിസ്റ്റോട്ടിൽസ് എഡ്യൂക്കേഷൻ ഫിലോസഫിയാണ്. അപ്പോൾ കീ പോയിന്റ് എന്ന് പറയുന്നത്, ഒന്നാമത്തെ പോയിന്റ് എഡ്യൂക്കേഷൻ ആസ് എ മീൻസ് ടു വെർച്യു. എഡ്യൂക്കേഷൻ എന്താണ്? മീൻ എന്ന് പറഞ്ഞാൽ മാർഗം എന്നാണ്. അപ്പോൾ എഡ്യൂക്കേഷൻ എന്താണ്? നന്മയിലേക്കുള്ള ഒരു മാർഗമാണ് എന്നാണ് ഒന്നാമത്തെ പോയിന്റ്. അപ്പോൾ അതിൽ വെർച്യൂസിനാണ്, നന്മകൾക്കാണ് പ്രാധാന്യം. നന്മകൾ പഠിക്കുക, വിദ്യാഭ്യാസത്തിലൂടെ നന്മകൾ പഠിക്കുക, ആൻഡ് ഹെൽപ്പ് ഇൻഡിവിജ്വൽസ് അച്ചീവ് യുഡൈമോണിയ. യുഡൈമോണിയ എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ഫ്ലറിഷിംഗ് എന്നാണ്, അല്ലെങ്കിൽ ലിവിങ് എ ബാലൻസ്ഡ് ലൈഫ് എന്നർത്ഥം. നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നെ വന്നിട്ടുണ്ട് യുഡൈമോണിയ എന്ന് വെച്ചാൽ നന്മയിലൂടെ എന്ത് നേടിയെടുക്കുക, യുഡൈമോണിയ നേടിയെടുക്കുക എന്ന് വെച്ചാൽ ഹ്യൂമൻ ഫ്ലറിഷിംഗ്, അതായത് മനുഷ്യത്വം ലോകം മുഴുവൻ വ്യാപിപ്പിക്കുക, ഒരു ബാലൻസ്ഡ് ലൈഫ് ഉണ്ടാക്കുക. അങ്ങനെ മനുഷ്യനൊരു എല്ലാം ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു ജീവിതം മനുഷ്യന് കിട്ടുക, അതാണ് യുഡൈമോണിയ എന്ന് പറയുന്നത്. അതുപോലെ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റിനെ കുറിച്ച് പറയുന്നുണ്ട്, മോറൽ വെർച്യൂസ്, ധാർമ്മിക നന്മകളെ കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെ എഡ്യൂക്കേഷനിലൂടെ ഇതെല്ലാം നേടിയെടുക്കുക, മീനിങ് ഫുൾ ലൈഫ് ഉണ്ടാക്കുക, ഒരു അർത്ഥവത്തായ ജീവിതം ഉണ്ടാക്കുക, അങ്ങനെ സമൂഹത്തിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യുക, ഇതൊക്കെയാണ് എഡ്യൂക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഫോസ്റ്ററിങ് വെർച്യൂ, നന്മയിലേക്കാണ് കൂടുതൽ ഫോസ്റ്റർ ചെയ്യുന്നത് അരിസ്റ്റോട്ടലിന്റെ ഐഡിയാസ്. അപ്പോൾ അങ്ങനെ ഒരു മനുഷ്യൻ്റെ ഉള്ളിലുള്ള കഴിവുകളെ ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്നു. ഫങ്ഷൻ ഹാർമോണിയസ്ലി, സന്തോഷകരമായിട്ട് മനുഷ്യൻ ജീവിതം ഫങ്ഷൻ ചെയ്യാൻ പറ്റുന്നു, ഒരു കമ്മ്യൂണിറ്റിയിൽ ജീവിക്കാൻ പറ്റുന്നു. ഇതാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ട്, ദ റോൾ ഓഫ് റീസൺ ആൻഡ് റാഷണാലിറ്റിയുടെ റോള്, അതും എഡ്യൂക്കേഷൻ്റെ ഭാഗമാണ്. റീസൺ ഉണ്ടാക്കണം, റാഷണാലിറ്റി ഉണ്ടാകുക. റാഷണാലിറ്റി യുക്തിയാണ്, യുക്തി ഉണ്ടാകുക, അതുപോലെ റീസൺ ഉണ്ടാകുക, ഓരോ കാരണങ്ങൾ ഉണ്ടാകുക. ജീവിതത്തിന് ഒരു റീസൺ, ഡെവലപ്പിംഗ് റീസൺ ആൻഡ് പ്രാക്ടിക്കൽ വിസ്ഡം ഇൻ എഡ്യൂക്കേഷൻ. ഓരോ കാര്യം ചെയ്യുന്നതിനും ഒരു കാരണവും അതിനനുസരിച്ച് കാരണം കണ്ടെത്തി അത് സോൾവ് ചെയ്ത്, അതുപോലെ വിവേകത്തോടുകൂടി, വിസ്ഡം വേണം, വിവേകത്തോടുകൂടി, പ്രായോഗികകരമായ വിവേകത്തോടുകൂടി അത് സോൾവ് ചെയ്ത് കൊണ്ടുപോകണം. പ്ലേറ്റോയെ പോലെ അദ്ദേഹം ഐഡിയാസിൽ മാത്രം ഒതുങ്ങി നിന്നില്ല. അദ്ദേഹം പറയുന്ന റോൾ ഓഫ് എഡ്യൂക്കേഷൻ ഇസ് ഹെൽപ്പിംഗ് ഇൻഡിവിജ്വൽസ് മേക്ക് മോറൽ ഡിസിഷൻസ്. ധാർമ്മിക തീരുമാനങ്ങൾ എടുക്കാൻ പറ്റണം, അതിന് വിദ്യാഭ്യാസം വേണം. കോംപ്രിഹെൻഡ് ദ വേൾഡ് ത്രൂ റാഷണൽ തോട്ട്. ഈ ലോകത്തിനെ കോംപ്രിഹെൻഡ് ചെയ്യാൻ പറ്റണം, എന്നുവെച്ചാൽ സമഗ്രമായി മനസ്സിലാക്കണം ത്രൂ റാഷണൽ തോട്ട്. എങ്ങനെ? യുക്തിവാദമെന്നല്ല, യുക്തി ചിന്തയിലൂടെ മനസ്സിലാക്കാൻ പറ്റണം. അങ്ങനെ ഇതൊരു പ്രാക്ടിക്കൽ അപ്രോച്ചാണ്. അപ്പോൾ അങ്ങനെ പ്രാക്ടിക്കലി ലൈഫിലെ പ്രശ്നങ്ങളെല്ലാം, ചലഞ്ചസിനെല്ലാം സോൾവ് ചെയ്യുക, അങ്ങനെ നല്ലൊരു ജീവിതം നയിക്കുക, അതുവഴി സമൂഹത്തിന് വേണ്ടി സംഭാവന ചെയ്യുക. ഇതാണ് റോൾ ഓഫ് റീസൺ ആൻഡ് റാഷണാലിറ്റി. വളരെ ഇമ്പോർട്ടൻസ് ഓഫ് ഏർലി എഡ്യൂക്കേഷനും ഇമ്പോർട്ടൻ്റ് ആണ്. അരിസ്റ്റോട്ടലിനെ, പ്ലേറ്റോ അത് തന്നെയാണ് പറഞ്ഞത്. പക്ഷേ അരിസ്റ്റോട്ടിൽ കുറച്ചുകൂടെ പ്രാഗ്മാറ്റിക്കലി ആണ് ഇതിനെ അപ്രോച്ച് ചെയ്തത്. പ്രാഗ്മാറ്റിക്കലി എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലിയാണ്. ഏർലി എഡ്യൂക്കേഷൻ എവിടെ കോൺസെൻട്രേറ്റ് ചെയ്യണം? ഫിസിക്കൽ ഡെവലപ്മെന്റിനെ കോൺസെൻട്രേറ്റ് ചെയ്യണം. ആൻഡ് മോറൽ ക്യാരക്ടർ, ധാർമ്മിക സ്വഭാവത്തിനെ കോൺസെൻട്രേറ്റ്, നല്ലൊരു സ്വഭാവ രൂപീകരണം നടക്കണം. സ്ട്രോങ് ഫൗണ്ടേഷൻ ഫോർ ഇന്റലക്ച്വൽ ഗ്രോത്ത്, നല്ല ഇന്റലക്ച്വൽ ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കണം.
അല്ലെങ്കിൽ അതിന്റെ ഫൗണ്ടേഷൻ ഉണ്ടാക്കിയെടുക്കണം. പിന്നീട് അങ്ങോട്ട് ഇന്റലക്ച്വൽ ഗ്രോത്ത് ഉണ്ടാകേണ്ട കുട്ടിയാണ്, അപ്പോൾ അതിന് നല്ലൊരു ഫൗണ്ടേഷൻ ഉണ്ടാക്കിയെടുക്കണം. അതുപോലെ ഈ ഫോർമേറ്റീവ് ഇയേഴ്സിൽ കുട്ടികളെ നർച്ചർ ചെയ്തെടുക്കണം. ഗ്രൗണ്ട് വർക്കാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അതൊരു ഗ്രൗണ്ട് വർക്കാണ്. ഈ ഫൗണ്ടേഷണൽ സ്റ്റേജിൽ അവർക്ക് കൊടുക്കേണ്ട ഒരു ഗ്രൗണ്ട് വർക്ക് ചെയ്ത് വെച്ചേക്കണം. എന്നാലേ നമ്മൾ കുട്ടികൾ വളർന്നു വരുമ്പോഴത്തേക്കും അവർക്ക് വേർച്വസ് ആയിട്ട് വരത്തുള്ളൂ, ബാലൻസ്ഡ് അഡൾട്ട്ഹുഡ് ഉണ്ടാവത്തുള്ളൂ, ഒരു നല്ല നന്മയുള്ള കുട്ടികളാവത്തുള്ളൂ. അതുപോലെ ഒരു ബാലൻസ്ഡ് അഡൾട്ട്ഹുഡിലേക്ക് അവർ പോകും. ഇതാണ് ഇമ്പോർട്ടൻസ് ഓഫ് എർലി എഡ്യൂക്കേഷൻ പറയുന്നത്. തിയറി ഓഫ് നോളജ് ആൻഡ് എഡ്യൂക്കേഷൻ ആണ് അടുത്ത പോയിന്റ്. നോളജും വേണം, എഡ്യൂക്കേഷൻ. തിയറി ഓഫ് നോളജും എഡ്യൂക്കേഷനും എന്താണ്? നോളജ് എങ്ങനെയാണ് ഉണ്ടാവുന്നത്? എക്സ്പീരിയൻസിലൂടെയാണ്, അനുഭവങ്ങളിലൂടെ അറിവ് നേടിയെടുക്കണം എന്നാണ് അരിസ്റ്റോട്ടിൽ പറയുന്നത്. വിശ്വസിച്ചിരുന്നതും അങ്ങനെ തന്നെയാണ്. അപ്പൊ അനുഭവങ്ങൾ എന്ന് വെച്ചാൽ എന്തൊക്കെയാണ്? ഒബ്സർവേഷൻ, നിരീക്ഷണം ആൻഡ് പ്രാക്ടിക്കൽ ആക്ടിവിറ്റീസ്. ഓരോ കാര്യങ്ങളും ചെയ്ത് പഠിക്കണം, അതാണ് പ്രാക്ടിക്കൽ ആക്ടിവിറ്റീസ്. ഇങ്ങനെയാണ് അനുഭവങ്ങൾ ഉണ്ടാകുന്നത്, അനുഭവങ്ങളിലൂടെ പഠിക്കുക എന്ന് പറയുന്നത്. പിന്നീട് ഡയറക്റ്റ് ഇന്ററാക്ഷൻ വേണം, നേരിട്ട് സംവദിക്കണം, നേരിട്ട് ആൾക്കാരുമായിട്ട് അല്ലെങ്കിൽ നേച്ചറുമായിട്ട് സംസാരിച്ച് നാച്ചുറൽ വേൾഡുമായിട്ട് സംസാരിച്ച് ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ്, കൈ കൊണ്ട് കാര്യങ്ങൾ ചെയ്ത്, ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് കൈ കൊണ്ട് ചെയ്യുക എന്നുള്ളതല്ല, നേരിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുക എന്നാണ് അർത്ഥം. അപ്പോൾ എഡ്യൂക്കേഷൻ ഇതാണ്. അതുപോലെ എഡ്യൂക്കേഷൻ പ്രാക്ടിക്കൽ നോളജ്, ഇങ്ങനെ പ്രാക്ടിക്കൽ നോളജിനാണ് കൂടുതൽ അലൈൻഡ് ആയിട്ട് ഇരിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ അത് ഇൻഡിവിജ്വൽസിന് ഗുണം ചെയ്യും, അതുപോലെ സ്റ്റേറ്റിനും ഗുണം ചെയ്യും, രാജ്യത്തിനും ഗുണം ചെയ്യും. എന്നാലേ സൊസൈറ്റിയുടെ നീഡ്സ്, ആവശ്യങ്ങൾ നമ്മൾ. ഓക്കെ, അടുത്തതായിട്ട് ഐഡിയൽ എഡ്യൂക്കേഷൻ സിസ്റ്റം. ഐഡിയൽ സിസ്റ്റം നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഐഡിയൽ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? മറ്റേ ഏജ് ആൻഡ് ഡെവലപ്മെന്റൽ സ്റ്റേജ് ഓഫ് ലേണിംഗ്. നമ്മുടെ പ്ലേറ്റോയുടെ ഡെവലപ്മെന്റൽ സ്റ്റേജ് പറഞ്ഞ പോലെ ഇവിടെയും ഏജ് പറയുന്നു. അതായത് ഫോർ യങ് ചിൽഡ്രൻ, ചെറിയ കുട്ടികൾക്ക് ഫിസിക്കൽ ഹെൽത്തിലും മോറൽ ട്രെയിനിങ്ങിലുമാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. സ്റ്റുഡൻസ് വളർന്നു വരുന്നതനുസരിച്ച് അബ്സ്ട്രാക്ട് റീസണിങ് പഠിപ്പിക്കണം. കുറച്ചുകൂടെ അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകണം. ഫിലോസഫിക്കൽ സ്റ്റഡി കൊടുക്കണം, ഫിലോസഫി പഠിപ്പിക്കണം. ആൻഡ് സ്റ്റേറ്റിനോട് അരിസ്റ്റോട്ടിൽ പറഞ്ഞിരിക്കുന്നത്, രാജ്യത്തിനോട് വെച്ചാൽ ഭരണാധികാരിയോട് പറഞ്ഞിരിക്കുന്നത്, എഡ്യൂക്കേഷൻ ഷുഡ് ബി ആക്സസിബിൾ ടു ഓൾ സിറ്റിസൺസ്. എഡ്യൂക്കേഷൻ എല്ലാവർക്കും കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതേസമയം തന്നെ അദ്ദേഹം പറയുന്നത്, അപ്പോൾ അന്ന് പഴയ കാലമാണ്, നമുക്കറിയാം അരിസ്റ്റോട്ടലിന്റെ കാലം എന്നൊക്കെ പറയുന്നത് 1700 ഒക്കെയാണ്. അപ്പോൾ ആ സമയത്ത് സ്ത്രീകൾക്കൊന്നും വലിയ ഇമ്പോർട്ടൻസ് ഇല്ലാത്ത കാലഘട്ടമാണ്. അതുപോലെ അടിമത്തം ഉണ്ടായിരുന്ന സംഭവമാണ്, കാലഘട്ടം കൂടിയാണ്. അപ്പോൾ സ്ത്രീകളുടെ എഡ്യൂക്കേഷനും അതുപോലെ അടിമകളുടെ വിദ്യാഭ്യാസത്തിനൊന്നും അദ്ദേഹം പുരുഷന്മാരുടെ, അല്ലെങ്കിൽ ഫ്രീ മെൻ എന്ന് വെച്ചാൽ അടിമകളല്ലാത്ത പുരുഷന്മാർ, അവർക്ക് ആണ് എഡ്യൂക്കേഷൻ കൂടുതൽ കൊടുക്കേണ്ടത്. മറ്റുള്ള സ്ത്രീകളോ അല്ലെങ്കിൽ അടിമകൾക്കോ എഡ്യൂക്കേഷന് കൊടുക്കണ്ട എന്ന് പറഞ്ഞിട്ടില്ല, പക്ഷെ ഒരു അത്ര പ്രാധാന്യം നൽകിയിരുന്നില്ല. ഇനി ബാലൻസ് ബിറ്റ്വീൻ ഇന്റലക്ച്വൽ ആൻഡ് പ്രാക്ടിക്കൽ ലേണിംഗ്. എന്താണ് ഇന്റലക്ച്വൽ ലേണിങ്ങും എന്താണ് പ്രാക്ടിക്കൽ ലേണിങ്ങും? ഇത് രണ്ടും നമ്മൾ ബാലൻസ്ഡ് ആയിട്ട് കൊണ്ടുപോകണം. ഇന്റലക്ച്വൽ എന്ന് വെച്ചാൽ തിയറിയാണ്, പ്രാക്ടിക്കൽ എന്ന് വെച്ചാൽ പ്രാക്ടിക്കൽ നോളജ് അറിയാം. ഇപ്പൊ എന്തൊക്കെ പഠിപ്പിക്കണം? തിയറി സൈഡിൽ ഇത് രണ്ടും കൂടെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു കരിക്കുലം ആയിരിക്കണം പഠിപ്പിക്കേണ്ടത്. തിയറി സൈഡിൽ ഫിലോസഫി, മാത്സ്, സയൻസ് എന്നിവ പഠിപ്പിക്കണം. പ്രാക്ടിക്കൽ സൈഡിൽ എത്തിക്സ്, പൊളിറ്റിക്സ് ആൻഡ് ആർട്സ് ഇതൊക്കെയാണ് പഠിപ്പിക്കേണ്ടത്. ഒരു ഓൾറൗണ്ട് ഡെവലപ്മെന്റ് ഉണ്ടാക്കി കുട്ടികളെ എന്ത് ചെയ്യാം, ഒരു നല്ലൊരു ജീവിതം നയിക്കാൻ വേണ്ടി പ്രിപ്പയർ ചെയ്തെടുക്കുക എന്നുള്ളതാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്.